ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്ചേഴ്സൊക്കെ ഇടാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് അല്ല കേട്ടോ ചെയ്യുന്നത്, നമ്മളൊരു ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനറിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ടാണ്. അതിന് നമ്മളൊരു ബൗൾ എടുക്കുക, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 3 സ്പൂണ് കോൺഫ്ലോർ ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഒരു സെയിം അളവ് തന്നെ നമ്മളൊന്ന് ഫെവിക്കോൾ ആഡ് ചെയ്യാണ്. ഫെവിക്കോളിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൂ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഫെവിക്കോൾ നല്ല കട്ടിയാണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ആ ഒരു സെയിം അളവ് തന്നെ കോൺഫ്ലോർ എടുത്ത സെയിം അളവ് തന്നെ ഫെവിക്കോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് കട്ടയൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കട്ടിയുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കുക. വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു പേസ്റ്റിൻ്റെ പോലത്തെ നല്ലൊരു കട്ടിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോറിന് പകരം നമുക്ക് ബേബി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സാധാരണ പൗഡർ ആകുമ്പോൾ കുറച്ചൊരു തരികളൊക്കെ ഉണ്ടാകും. ബേബി പൗഡർ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ബേബി പൗഡർ കയ്യിലില്ലെങ്കിൽ നിങ്ങളിങ്ങനെ കോൺഫ്ലോർ ആഡ് ചെയ്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 4 പോർഷൻസ് ആക്കി ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ പോർഷൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയൊരു ഫ്രിഡ്ജിൻ്റെ എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഓരോ കളർ വീതമൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പേൾ കളറാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ 2 കളർ, പേൾ കളർ ആകുമ്പോൾ കുറച്ചൊരു ഗ്ലൈസിങ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത് പേൾ കളറാണ്. പേൾ പിങ്കും അതുപോലെ പേൾ ഗ്രീനും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം വേറെ ഏത് കളർ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ ഈ മൂന്നാമത്തെ എടുക്കുന്നത് ആക്രിലിക് കളർ പെയിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ആ ഒരു മിക്സിങ് ശരിക്കും വേണം. കളർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളർ ഇങ്ങനെ കാണും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ 4ാമത്തെ ഒരു പോർഷനിൽ മെറ്റാലിക് കളറാണ് കൊടുക്കുന്നത്. മെറ്റാലിക് ബ്രോൺസ് കളർ ഞാൻ കൊടുത്തു, മെറ്റാലിക് കളർ ഗോൾഡ് കൊടുത്തു. അപ്പോൾ എല്ലാം കൊടുത്തിട്ട് ഒരുപാട് ചേർക്കണം. അപ്പോൾ അത്രത്തോനെ ചേർക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലിറ്റർ പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് കളറിൻ്റെ ഗ്ലിറ്റർ പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ചെറിയൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കോൺ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കവറിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. കുറച്ചൊരു കട്ടിയുള്ളത്, എന്നാൽ അധികം കട്ടിയും പാടില്ല. എന്നിട്ട് ഞാനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പകുതി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ മൈലാഞ്ചിൻ്റെ കോണൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യണം. അതിൻ്റെ ആ ടിപ്പിൽ ചെറിയൊരു ഹോളായിരിക്കണം. ആ രീതിയിലൊന്ന് റോൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് എവിടെയൊക്കെയാണോ ആ ഒരു റോളിങ് അഴിഞ്ഞ് പോകാത്ത രീതിയിൽ എവിടെയൊക്കെയാണോ നമുക്ക് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും സ്ഥലത്ത് ഒരു സെല്ലോ ടേപ്പിൻ്റെ 2-3 പീസൊന്ന് ഒട്ടിച്ചിട്ട് ആ കോണൊന്ന് റെഡിയാക്കി എടുക്കുക. നമുക്ക് ഏതൊക്കെ ഭാഗത്താണ്, അല്ലെങ്കിൽ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അത് ഊരിപ്പോയത്, ആ രീതിയിൽ നമ്മൾ 2-3 സ്ഥലത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഓൾറെഡി ഒരു 3 കോണും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കളർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കേക്കിനൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുന്ന പോലെ നമ്മൾ ഓരോ കളറും ഓരോ കവറിലാക്കിയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് സ്റ്റിക്കിയാണ്, നമുക്ക് അത്ര ഒരു ഈസി അല്ല, കാരണം എല്ലായിടത്തും ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കും. ഫെവിക്കോളും കോൺഫ്ലോറും അല്ലേ, കുറച്ചൊരു കട്ടിയുള്ളൊരു പേസ്റ്റ് അല്ലേ. അപ്പം ഒരുപാട് നമുക്ക് മാക്സിമം ആകുന്ന രീതിയിൽ പുറത്തോട്ടൊന്നും ആവാത്ത രീതിയിലൊന്നും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മേലെ ഭാഗത്തുനിന്ന് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഫുള്ള് താഴോട്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്തൊക്കെ കുറേ വേസ്റ്റ് ആയിട്ട് പോകുമല്ലോ. അപ്പോൾ ആ ഭാഗത്തുള്ളതൊക്കെ നമ്മൾ താഴോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളോട്ടൊന്നിങ്ങനെ മടക്കിയിട്ട് ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഒരു മേലുള്ള കോണില്ലേ, ജസ്റ്റ് ആ കോൺ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ മൈലാഞ്ചി കോണ്ടൊക്കെ ഉള്ള പോലെ ആ ഒരു സൈഡിൽ കോൺ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് താഴോട്ടാക്കിയിട്ട് നമ്മൾ മാക്സിമം ആ ഒരു ഫില്ലിംഗ് ഉള്ള ആ ഒരു ഭാഗം വരെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സെല്ലോ ടാപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എനിക്ക് ക്യാമറയിൽ കുറച്ചൊന്ന് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു, അതാണ് കാണിക്കാൻ പറ്റാത്തത്.
അടുത്തും കൂടെ ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കാം. അപ്പം ഞാൻ എല്ലാ കളറും ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ, ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും. അപ്പം നമ്മൾ ആ ഒരു കവർ എടുത്തിട്ട് മേലെ നിന്നെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് താഴോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഉള്ളോട്ട്, പിന്നെ ഈ സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉള്ളോട്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് കവറൊക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉള്ളോട്ടാക്കിയിട്ട് മേലെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഒരു കുഞ്ഞ് ഫോൾഡ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഫില്ലിങ് എവിടെയാണുള്ളത് അതുവരെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് സെല്ലോ ടേപ്പ് ഇട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ 4 കളറൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ആക്രിലിക് കളർ പെയിൻറ്റ്, പിന്നെ 2 പേൾ കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒന്ന് മെറ്റാലിക് കളറും കൂടി എടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പോഞ്ച് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. സ്പോഞ്ച് ഷീറ്റിലൊന്ന് ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പെയിൻറ്റൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മേലെ ഒരു സെല്ലോ ടാപ്പ് കൊണ്ട് ആ ടിപ്പിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഫെവിക്കോളൊക്കെയാണ് നമ്മൾ എയറിൻ്റെ കോൺടാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് പോകും. ഡിസൈൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മൈലാഞ്ചിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു മെറ്റാലിക് കളർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത്ര നല്ല പ്രോപ്പർ മിക്സിങ് ആയിട്ടില്ല. കാരണം ഒരുപാട് കളേഴ്സായിരുന്നു മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗോൾഡും മെറ്റാലിക്കും പിന്നെ ഗ്ലിറ്റർ പൗഡർ എല്ലാം കൂടെ. അപ്പോൾ ഒരു വിധം ഒന്ന് റെഡിയാക്കി എടുത്താണ്. അപ്പോൾ ഈ ഒരു ഗ്രീനും ഈ ഒരു പിങ്കും നമ്മൾ പേൾ കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ചെറിയൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട് അതിന്. പിന്നെ ഞാനിപ്പം യൂസ് ചെയ്യുന്ന ആ ഒരു വയലറ്റ് കളർ ആക്രിലിക് കളർ നോർമൽ പെയിൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ലീഫ് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഇനി ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ ബോട്ടിലും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ പെയിൻറ്റ് അടിക്കാത്ത ഒരു ബോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബേസ് കോട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ മേലെ ചെയ്യാം. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഡിസൈൻ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. 4 കളേഴ്സ് മാറി മാറി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്യണമായിരുന്നു നമ്മൾ കോൺ ഉണ്ടാക്കുമ്പോൾ. കാരണം ഹോൾ കുറച്ചൊരു വലുതായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് മാക്സിമം ഒരു ചെറിയൊരു ഹോൾ കിട്ടുന്ന രീതിയിലൊന്ന് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചൊരു വലിയ ഹോളായതുകൊണ്ട് അതിൻ്റെ ആ ഒരു വരുന്നത് കുറച്ചൊരു തിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അധികം സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് വലിയൊരു ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ദിയ സഫീദ, ഹന്ന മെഹറിൻ, നിഹാല നസ്രീൻ, ദിയ, ദിൽഷ, രേവതി, ഹന, നജ ഫാത്തിമ, പിന്നെ 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ആമി. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു മെഹന്തിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഹോള് കുറച്ച് നല്ല ചെറിയൊരു ഹോളാണെന്നുണ്ടെങ്കിൽ നല്ല മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്പൂണിൻ്റെ അളവല്ല, നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണം. നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറിനനുസരിച്ചും അതുപോലെ ഗ്ലൂവിനനുസരിച്ചൊക്കെ അതിൻ്റെ ആ ഒരു തിക്നെസ്സിൽ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മൈന്യൂട്ടായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ സ്പ്രെഡായിട്ട് പോകും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ 3D ഔട്ട്ലൈനർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. ഓരോ ട്യൂബിനും 25 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള 3D ഔട്ട്ലൈനറാണ്. ഗോൾഡ്, സിൽവർ, അതുപോലെ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും 25 റുപ്പീസാണ്. ഇതപ്പോൾ നമുക്ക് അത്ര ചിലവൊന്നുമില്ലല്ലോ. നമുക്ക് ആ ഒരു ഗ്ലൂവിൻ്റെ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഫ്ലവറും പൗഡറൊക്കെ ആണെങ്കിൽ നമുക്ക് ചീപ്പ് റേറ്റിന് തന്നെ വീട്ടിലുണ്ടാകുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇളകി പോകുന്നില്ല. നമ്മൾ നഖം കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി നോക്കിയാലൊന്നും അത് ഇളകി പോകുന്നൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് 3D ഔട്ട്ലൈൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബോട്ടിലൊക്കെ ട്രൈ ചെയ്താൽ മതി. ഇത് നമ്മൾ ഗോൾഡിൻ്റെ ആ ഒരു 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ.